കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരനെ ഞങ്ങൾ അംഗീകരിക്കാം, കൊല്ലം സുധിയുടെ ഭാര്യയായ നിന്നെ ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യം എന്താണ് എന്ന ഒരു മനോഭാവത്തിൽ ഇവളെന്തോ വലിയ സിനിമാ നടിയായോ, ഇവളങ്ങ് വല്ലതായോ എന്ന് പറയുന്ന ജനത്തിൻ്റെ ഈ മനോഭാവം, ജനത്തിന് ഇവരോട് തോന്നിയൊരു വിരോധം സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് മാറും. നമസ്കാരം. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ സീസൺ വരുന്ന സമയത്തും അതിന് മുൻ സീസണുകളിൽ ഉണ്ടായ ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ട് മറക്കുന്നൊരു സ്ഥിതി വരും അല്ലേ. ഒരു സീസണിൽ ജയിച്ചൊരു വ്യക്തിക്ക് അടുത്തൊരു സീസൺ വരെയാണ് കൂടിപ്പോയാൽ ആയുസുള്ളത്. മാത്രമല്ല ഓരോ സീസൺ വരുന്ന സമയത്തും ഇതിന് മുന്നുള്ള സീസണുകളിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ ഇൻ്റർവ്യൂസും അവരുടെ പോസ്റ്റ് അവർ മനഃപൂർവ്വം അല്ലെങ്കിൽ എല്ലാം അവരിങ്ങനെ ഡിസ്കഷനിൽ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ഈ രണ്ട് സ്ഥിതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്, അല്ലെങ്കിൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് അല്ല, ബിഗ് ബോസിലെ ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ വാക്കുകളാണ് അഖിലിനെ കുറിച്ച് പറയേണ്ടത്. ഞാൻ അന്ന് റിവ്യൂ ചെയ്ത സമയത്തൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കി കാണുന്ന ഒരു പ്രത്യേകത ഉള്ളൊരു മനുഷ്യനാണ് ബിഗ് ബോസ് മലയാളം സീസൺ 5 വിന്നറായിട്ടുള്ള അഖിൽ മാരാർ. ഞാൻ എൻ്റെ ഒരു കേസിൽ ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാണ്ടായ റീസൺ, അഖിൽ കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്, ജിഞ്ചർ മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ. ജിഞ്ചർ മീഡിയനെ അല്ലേന്നൊന്ന് കൺഫേം ചെയ്യട്ടെ കേട്ടോ, ഞാൻ എൻ്റെ ഓർമ്മയിൽ ഒരു സെക്കൻഡ്. അതെ, ജിഞ്ചർ മീഡിയയ്ക്ക് അഖിൽ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിന് ചില പോർഷനിൽ രേണു സുധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പലപ്പോഴായിട്ട് ശ്രദ്ധിച്ചൊരു കേസ് എന്താണെന്നറിയോ, എൻ്റെ ഒരു പേഴ്സണൽ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയുമെന്നറിയില്ല, ഞാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അത് വളരെ കൃത്യമായിട്ട് അഖിൽ അതേ സെയിം തോട്ട് പ്രോസസ്സിലൂടെ പറയുന്ന രീതിയിൽ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ അത്ര വലിയ ഭയങ്കരനാണെന്ന് അങ്ങനെയൊന്നും പറയല്ല കേട്ടോ. ചില ചെറിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനുള്ളൊരു സാമ്യത വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, നമുക്ക് പറയാനുള്ള ആശയങ്ങൾ ചിലപ്പോൾ ഇതുപോലെ അഖിലിനെ പോലെ കൂടുതൽ ആൾക്കാരിലേക്ക് സംസാരം സ്പഷ്ടമായിട്ട് എത്തുന്ന ആൾക്കാർ പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ തന്നെ ഒരു സുഖം. അപ്പോൾ ആ കേട്ടിരിക്കുന്ന സുഖം നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ടോപ്പിക് രേണു സുധിയാണ്. ഞാൻ പറഞ്ഞിരുന്നു, രേണു സുധി ബിഗ് ബോസിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരുടെ കാര്യങ്ങളെക്കുറിച്ച്, അവർ ബിഗ് ബോസിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ഉണ്ടായിരിക്കും. ഒറ്റ കാര്യം, ഞാൻ ഇങ്ങനെ ഇൻ്റർവ്യൂ ഞാൻ കാണുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയറായി മനസ്സിലാവും. രേണു സുധിക്ക് ഒരൊറ്റ കോണ്ടൻറ്റേ ഉള്ളൂ ലൈഫിൽ. സുധി അത് തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ല, അവരുടെ ഹസ്ബൻഡാണ്, മരിച്ചു പോയിട്ടുള്ള ഒരു ഹസ്ബൻഡാണ്. ഞാൻ ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അവർ ഇനീഷ്യലി സപ്പോർട്ട് ചെയ്തിരുന്നത്. സ്വാഭാവികമായിട്ടും ഭർത്താവ് മരിച്ചൊരു സ്ത്രീക്ക് പെട്ടെന്ന് കൂടെ ഉണ്ടായ ആൾ നഷ്ടപ്പെടുന്ന സമയത്ത് വരുന്നൊരു വാക്യൂം കാരണം, ആ വ്യക്തി നഷ്ടപ്പെട്ടുള്ള ഒരു വാക്യൂം കാരണം, കാരണം അവർ ലൈഫ് അങ്ങനെയാണ്. മക്കൾക്ക് അച്ഛൻ്റെ പോലെയോ എന്നല്ല, അവർക്ക് ജീവിതം ബാക്കിയുണ്ട്. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ചിലപ്പോൾ മറിച്ച് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ, ഞാനിങ്ങനെ പറയുന്നു. അപ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അവരെക്കുറിച്ച് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇതേ ഉള്ളൂ അവർക്ക്. ഇവിടുന്ന് അങ്ങോട്ട് അവർക്ക് ഇത് അഖിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ വേറൊരു വേർഷനാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സിറ്റുവേഷൻ ഇങ്ങനെ മുന്നോട്ട് പോകും തോറും അവരുടെ ലൈഫ് ചേഞ്ച് ആവും. പക്ഷെ അപ്പോഴും ഈ സുധി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെ ഞാൻ പറയുന്നില്ലേ, ഈ ഒരു ചേരുവ ഒരു കൂടെ കൊണ്ടു നടന്നു. പിന്നെ അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, നെഗറ്റീവ് ആസ്പെക്റ്റ്, ഇതിനെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടും അവർ മുന്നോട്ട് തിരഞ്ഞെടുത്ത് അവർക്ക് നിലനിൽക്കാനുള്ള വഴി ഈ നെഗറ്റിവിറ്റിയാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് വന്നിട്ടുള്ള പ്രശ്നങ്ങളും അതിൽ നിന്ന് വന്നിട്ടുള്ള വിയോജിപ്പുകളെ കൊണ്ടാണ് നമ്മൾ അവർക്കെതിരെ സംസാരിക്കേണ്ട സിറ്റുവേഷൻ ആയിട്ടുള്ളത്. പക്ഷേ അറ്റ് ദിസ് പോയിന്റ് എനിക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇനഫാണത്, ഒരുപാടായി എന്ന് എനിക്ക് എവിടെയോ പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. വെച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിമർശിക്കാതിരിക്കില്ല. പക്ഷേ ഒരാളെ പുറകെ നടന്ന് ടാർഗറ്റ് ചെയ്ത് പുറകെ കൂടുന്ന ഒരു സ്വഭാവം എന്തുകൊണ്ടോ അതത്ര നല്ല പരിപാടിയല്ല, ഞാനത് ചെയ്യുന്നില്ല. പക്ഷേ അഖിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാതെ വയ്യ. ഞാൻ വളരെ കൃത്യമായിട്ട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഒരിക്കലും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്നില്ല. അതിപ്പോൾ വളരെ പക്കായിട്ട് തെളിയിച്ചു. അവർ ബിഗ് ബോസിലേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീഡിയോ പഴയ കാണുന്നവർക്ക് അറിയാം, അവർ ബിഗ് ബോസിനെ പറ്റിയ ആളല്ല, അവരിങ്ങനെ വരേണ്ട വ്യക്തിയല്ല. ബിഗ് ബോസിൽ ഒരിക്കലും അവർ വരാൻ പാടില്ല. അത് അവർക്ക് ദോഷമേ ചെയ്യുള്ളൂ. അവർക്ക് ദോഷം മാത്രമേ അവർ നന്നായി വരട്ടെ അവർ, പക്ഷെ ദോഷം ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അവരവിടുന്ന് പോയതിന് ശേഷം ഇപ്പോൾ അഖിൽ, സെറീന, പിന്നെ അഭിഷേക്, ഇവർ 3 പേരും കൂടി ജിഞ്ചർ മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പല കണ്ടസ്റ്റൻസിനെ കുറിച്ച് ചോദിക്കുന്ന കൂട്ടത്തിൽ റോഹൻ ആങ്കർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. രേണു സുധിയുടെ ബിഗ് ബോസ് ജേണിയെക്കുറിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ എക്സാമ്പിൾ എടുത്തിട്ടാണ്, 72 ക്യാമറ, ഇത്രയും ക്യാമറകളുണ്ട്, ഈ ഒരു എക്സ്ട്രാ അഡീഷണൽ ക്യാമറ ആയിരുന്നല്ലോ രേണു സുധി എന്ന് പറയുന്ന സമയത്ത് അഖിൽ പറയുന്നുണ്ട് ശരിയാണ്, അവരതിനുള്ള സെറീന ആരോ പറയുന്നുണ്ട്, അതായത് ബിഗ് ബോസ് ഹൗസിനകത്ത് കാശ് വാങ്ങി വന്നിട്ട്
പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് ലൈവ് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു രേണുസുതി. സത്യം തന്നെയാണ്, 1.5 മാസം ഇസ് വേസ്റ്റഡ് ഇൻ ടേംസ് ഓഫ് BB നോക്കുന്ന സമയത്ത്. ഒരു കണ്ടസ്റ്റൻറ്റ് അത്രയും കൂടുതൽ നിർത്തിയിട്ട് വെറുതെ കോണ്ടന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും വളരെ മാന്യമായിട്ടാണ് അവരിന്ന് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അത് അവരുടെ ഭാഗ്യമാണ്. കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ നമുക്കറിയാം ഏത് രീതിയിലാണ് ആളെ പുറത്തേക്ക് വിടുക എന്നുള്ളത് അറിയാം. പക്ഷെ വളരെ മാന്യമായിട്ട്, ശരിയാണ്, വളരെ നിസ്സാരമായിട്ടുള്ള അവർ കാണിച്ചിട്ടുള്ള സംഗതികൾ തന്നെയാണ്. പേന്, അങ്ങനത്തെ ഹൈജീൻ പ്രശ്നം, ഇത് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും ചെയ്യാതെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ലാലേട്ടൻ തന്നെ, അത് ചില്ലറ കാര്യമല്ല, ലാലേട്ടൻ തന്നെ പോയി കൈ പിടിച്ചിട്ട് ഇറക്കി കൊണ്ടുവന്ന സിറ്റുവേഷൻ ഉണ്ടായി. അതൊക്കെ നല്ലൊരു കാര്യമാണ്. അവർക്ക് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് അവരോട് ചെയ്തിട്ടുള്ള വലിയൊരു ഫേവറാണ്. ആ ഒരു ലക്ഷറിയോ ആ ഒരു ഫേവറോ ബിഗ് ബോസ് എനിക്ക് തോന്നുന്നില്ല വേറെ ആരോടും ചെയ്യും എന്നുള്ളത്. എന്നിട്ടും നല്ല രീതിയിൽ വാക്കൗട്ട് എന്നുള്ള കണ്ടീഷനിൽ അവർ അവിടെ നിന്ന് പോകാൻ സമ്മതിച്ച് അവരവരെ പരിപാടികളും കാര്യങ്ങളും നോക്കിയിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ അവർ റീസെൻറ്റ് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊന്നും കാണാൻ നിന്നില്ല, എനിക്കറിയില്ല അതിൻ്റെ കോണ്ടന്റ് ഒന്നും അറിയില്ല. പക്ഷേ അവരെക്കുറിച്ച് ഇങ്ങനെ ഒരു സംഭവം ഒന്ന് അഖിൽ പറഞ്ഞൊരു സംഗതി എനിക്ക് എന്തോ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പറയുന്നു. എന്താണ് അഖിൽ പറഞ്ഞതെന്നുള്ളതൊക്കെ വളരെ ക്ലിയർ ഡെഫിനിഷനാണ്. എവിടെ നിന്ന് രേണുസുതി ഉണ്ടായി, എവിടെ നിന്ന് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തു, എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, എവിടെ എൻഡ് ചെയ്തു എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അഖിലിൻ്റെതായ വേർഡ്സിലൂടെ അഖിൽ പറയുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകാം. ആണ് രേണുസുതിയെ ബിഗ് ബോസിന് പറ്റിയ മെറ്റീരിയൽ അല്ല രേണുസുതി. എങ്ങനെ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മളെപ്പോഴും ഒരാളെ എടുക്കുമ്പം അയാളെ കൊണ്ട് എങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാമെന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. രേണുസുതിക്ക് കേരളത്തിൽ കിട്ടിയ കണ്ടന്റ് എന്താ? ഭർത്താവ്, അതായത് ഒരു കലാകാരനായ ഒരു ഭർത്താവ് ഒരു അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽ മരണപ്പെട്ട ശേഷം വിധവയാക്കപ്പെട്ട ഒരു കലാകാരൻ്റെ ഭാര്യയോട് തോന്നിയ ഒരു സഹതാപം, ഒരു എമ്പതി, ആ ഒരു എമ്പതിയിൽ ഒരുപാട് ആൾക്കാർ അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. ജീവിതം ഒരു സമയം വരെ മറ്റു പലരുടെയും ഒക്കെ ഹെൽപ്പ് കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് തോന്നിയതിന് ശേഷം ഇനി ജീവിതത്തിൽ എങ്ങനെ തനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അവർ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവരെടുത്തേക്ക് കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ ചില വർക്കുകളുമായിട്ട് ചില ഇൻ്റർവ്യൂസുമായിട്ട് വരുന്നു. ഈ ഇൻ്റർവ്യൂസിൽ അവർ വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരനെ ഞങ്ങൾ അംഗീകരിക്കാം, കൊല്ലം സുധിയുടെ ഭാര്യയായ നിന്നെ ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യം എന്താണ് എന്ന ഒരു മനോഭാവം കറക്റ്റാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അവിടെയും ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ അവിടെയും അവർ അംഗീകരിച്ചിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ തിരിഞ്ഞത് എനിക്ക് വളരെ കൃത്യമായിട്ട് അലിൻ ജോസ് പെരേരൻ്റെ ആ ഒരു ആണ്ടിലെ ഡാൻസാണ്. അപ്പോൾ അവർക്ക് ചെയ്യാൻ വെച്ചാൽ നമുക്ക് എതിർക്കേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നുമില്ല, അവരുടെ ഇഷ്ടമാണ്. അവിടെയാണ് നമ്മളെ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്താൻ തുടങ്ങിയത്. പിന്നീട് അത് വീട്ടിലേക്ക് പോയി, അങ്ങനത്തെ പിന്നെ അവിടെ നിന്നായിട്ട് കംപ്ലീറ്റ് നെഗറ്റീവായി. ഇതെല്ലാം അവർ ചെയ്തിരുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ എൻട്രി നേടാൻ വേണ്ടി മാത്രമാണ്. ഫൈനലായിട്ട് ആ വീട് ഉണ്ടാക്കി തന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞ് അത്ര വലിയ കോൺട്രവേഴ്സി സൃഷ്ടിച്ചത് ഇതിലേക്കുള്ള എൻട്രിക്ക് വേണ്ടിയിട്ടാണ്. ആ ബിഗ് ബോസ്, അങ്ങനെ പോയിട്ടുള്ള ബിഗ് ബോസ് തന്നെ അവർക്ക് സത്യം പറഞ്ഞാൽ വിനയായിട്ടുണ്ട്. അവരല്ലാത്ത രീതിയിൽ അവർ ആ ഒരു കോൺട്രവേഴ്സി സൃഷ്ടിക്കാതെ ആൽബം പരിപാടിയായിട്ട് പോവുകയാണെങ്കിൽ ഇത്ര അധികം അവർക്ക് നെഗറ്റീവ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വീട് നന്ദി കാണിക്കേണ്ട സ്ഥാനത്ത് നന്ദികേട് കാണിച്ചു വരും. അത് ഇതിന് വേണ്ടിയിട്ടാണ്, ഈ ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്താണ് നേടിയത് എന്നുള്ളതാണ്. ഇവളെന്തോ വലിയ സിനിമാ നടിയായോ, ഇവളങ്ങ് വല്ലതായോ എന്ന് പറയുന്ന ജനത്തിൻ്റെ ഈ മനോഭാവം, ജനത്തിന് ഇവരോട് തോന്നിയൊരു വിരോധം സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് മാറുന്നു. ആ നെഗറ്റീവ് ഇവർക്കൊരു റീച്ചായിട്ട് മാറുന്നു. ആ റീച്ചിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഓൺലൈൻ മാധ്യമങ്ങളും തീരുമാനിക്കുന്നു. ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇവരെ ഇങ്ങനെ കൊണ്ടു നടന്ന് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ മുഴുവൻ ആഘോഷിച്ചു. സമൂഹം മുഴുവൻ ഇവരെ പരിഹസിക്കുമ്പോഴും ഈ റീച്ചിന് വേണ്ടിയിട്ട് ഇവരിതിങ്ങനെ ആഘോഷിച്ചുകൊണ്ടേയിരുന്നു. ആ റീച്ച് ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് കടന്നപ്പോൾ അവർക്ക് ചെറിയ വരുമാനം കിട്ടിത്തുടങ്ങിയപ്പോൾ അവർ അപ്പോഴത്തേക്ക് ഇവർ മേക്കപ്പ് ഇടുന്നു തുടങ്ങി. ഇവർക്കിടെ നീ ആരാ സുന്ദരിയാവാൻ ഇവിടെ? ഇപ്പം ജനത്തിന് വളരെ കറക്റ്റാണ്. എത്ര ബ്യൂട്ടിഫുള്ളാണ് ഇയാൾ സംസാരിക്കുന്നത് അറിയാം. നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ നല്ല കേട്ടോ, നമ്മളൊക്കെ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ രേണുസുതിയെ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്നെയും ഹെയ്റ്റ് ചെയ്യുക. കാരണം ഞാൻ ഇതുവരെ അവരെ എതിർത്ത് സംസാരിച്ചിട്ടില്ല, ഇവിടെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടല്ല. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇത് ഒരു കുറച്ച് മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്, പല വീഡിയോ സംസാരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ രേണുസുതി ഭയങ്കര ഭംഗിയുള്ളൊരു സ്ത്രീ, അവർ ഭംഗിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരുപാട് നമ്മളെ സങ്കല്പങ്ങളിലൊക്കെ ഉള്ള പോലത്തെ സൗന്ദര്യമുള്ളൊരു സ്ത്രീ ആയിരുന്നു രേണുസുതി എങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും ആക്സെപ്റ്റൻസ് കിട്ടുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, അതായത് കുറച്ച് നടിമാരുണ്ടല്ലോ, ഇപ്പോൾ 2 പേര്, ഞാൻ 3 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 2 പേരാണുള്ളത്. ഉദ്ഘാടന വേദികളിൽ ചെല്ലുന്ന ആൾക്കാർ, ഉദ്ഘാടന വേദികളിൽ പോകുന്നു, എന്താണ് അവർ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള സംഗതികൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിന് മുന്നേ എന്താണ് ഇവർ ഓരോ വേദികളിലും, എന്തിനാണ് ഇവർ ഓരോ വേദികളിലും കൊണ്ടുപോകുന്നത്? അവിടെ അവർ ചെല്ലുന്ന സമയത്ത് അവർ ധരിക്കുന്ന വസ്ത്രം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അത് നമ്മൾ പറയാൻ ആരുമല്ല. പക്ഷേ റീസെൻ്റായിട്ട് നമ്മൾ പല സിറ്റുവേഷനിലും കണ്ടിട്ടുണ്ട്, വസ്ത്രങ്ങൾ മാറ്റി കാണിച്ചു കൊടുക്കുക, ചില ചേഷ്ടകൾ കാണിക്കുക, ക്യാമറയ്ക്ക് വേണ്ടി ചില ശരീരഭാഗങ്ങൾ തിരിഞ്ഞു കാണിക്കുക. ആൾക്കാരുടെ, അതായത് ഈ മലയാളികൾ കുറച്ച് പേർക്കുള്ള ലൈംഗിക ദാരിദ്ര്യം മുതലെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടുള്ള ചില സ്ത്രീകൾ അല്ലേ.
ഞാൻ ആരെയും എടുത്തു പറയുന്നില്ല. അത് അതിരുവിടുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് വേറെ അല്ല അറിയായിരിക്കും, പക്ഷെ ഇവർ അവിടെ ഒരു പ്രദർശന വസ്തുവായിട്ട് അവിടെ പോയി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ സൗന്ദര്യമുള്ളൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഈ രീതിയിലല്ല കേട്ടോ ഇവരെടുക്കുക. ഇവർ സൗന്ദര്യം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഭയങ്കര അതിസുന്ദരിയായിട്ടുള്ള ശരീരവടിവൊക്കെ ഉള്ള, ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ വേറെ രീതിയിലായിരിക്കും സമൂഹം ഇവർ ആക്സെപ്റ്റ് ചെയ്യുക. അല്ല, സുന്ദരിയാണെങ്കിൽ ഇപ്പൊ സെറീന ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യും. രേണുസുതി ചെയ്താൽ അക്സെപ്റ്റ് ചെയ്തില്ല. ചില മുൻവിധികൾ സംഭവങ്ങൾ അതിപ്പോൾ ആരുടെയും കുഴപ്പമല്ല. അത് ഭയങ്കര വണ്ണമുള്ള ഒരാൾ മിസ്റ്റർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറി നമുക്ക് എന്തോ തോന്നുന്നു എന്ന് പറയാൻ നമുക്ക് ഇതിനകത്തൊക്കെ വ്യത്യസ്തതകളുണ്ട്. എല്ലാത്തിനകത്തും അതിൻ്റെതായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു റീഡിംഗ് ഉണ്ട്. പക്ഷേ ഇവരെ അതിൻ്റെ പേരിൽ പരിഹാസം, അപ്പോൾ അതായത് സമൂഹം ഇവരെ പരിഹസിച്ചതും അതിലൂടെ കിട്ടിയ കണ്ടന്റും അതിലൂടെ കിട്ടിയ നെഗറ്റീവുമാണ് രേണുസുതി എന്ന് പറയുന്ന ഒരാളെ കേരളത്തിൽ പലർക്കും സുപരിചിതയാക്കി മാറ്റിയത്. യെസ്, ഇതിൻ്റെ ബേസിൽ ഒരു കാരണവശാലും അവർ ബിഗ് ബോസിലേക്ക് എടുക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അന്നും വിമർശിച്ചിട്ടുള്ള ബിഗ് ബോസ് കാണുന്ന സമയത്ത് കംപ്ലീറ്റ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ നമ്മൾ വിമർശിക്കുന്നത് ഇവരെ എന്തിനു കൊണ്ടുവന്നു, എന്തിനാണ് ഇവർ അതിൻ്റെ ഉള്ളിൽ ഇരുത്തിയിരിക്കുന്നത്, എന്തിനാണ് ബിഗ് ബോസിലേക്ക് രേണുസുതിയെ കൊണ്ടുവന്നിരുന്നത്. എന്തെങ്കിലും ഒരു കോണ്ടന്റ് അവർ കൊടുക്കുന്ന സമയത്ത് പുറത്തെല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അവരുടെ കുറച്ച് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ, ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വ്യൂസ് കിട്ടും. ഞാൻ പോലും ആ ഒറ്റ കാര്യം കൊണ്ട് ആ വീഡിയോ ചെയ്യുന്നത് തന്നെ, അത് അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇന്ന് പല യൂട്യൂബ് ചാനലുകളും അവരുടെ ടൈറ്റിലും അവരുടെ വീഡിയോസും മാത്രം ഇട്ടിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കുറേ ചാനലുകളുണ്ട് ഈ ഒരു പേര് മാത്രം പിടിച്ച് നിങ്ങൾ അവരുടെ വീഡിയോസ് സ്ക്രോൾ ചെയ്ത് നോക്കി അറിയാം, ഈ ഒരു പേരല്ലാതെ അവരുടെ ഇതിലൊന്നും കാണില്ല. കാരണം എന്താ വെച്ചാൽ അവർ അത്രയും സോഷ്യലി റെലവൻ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഹാഷ്ടാഗാണ് രേണുസുതി. അതെ, രേണുസുതി സ്വയം സൃഷ്ടിച്ച കണ്ടന്റെത്താണ്. ഇപ്പോഴും ബിഗ് ബോസിൽ അവർക്ക് നല്ല റീച്ച് കിട്ടും. ഒരു ഫാഷൻ ഷോ മത്സരം നടക്കട്ടെ, ആ ഫാഷൻ ഷോ മത്സരത്തിൽ ആദിലയും നൂറയും ബാക്കിയുള്ള ഓരോരുത്തരും വേഷം കെട്ടി വരുമ്പോൾ രേണുസുതി വേഷം കെട്ടി വരുന്ന ആ ഒരൊറ്റ റീൽ മതി കേരളത്തിൽ രേണുസുതി ബിഗ് ബോസിലുണ്ടെന്നറിയാം. കാരണം ഇവർ എത്ര വേഷം കെട്ടി വന്നാലും ജനത അംഗീകരിക്കത്തില്ല. എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ കാണുന്നവരൊക്കെ, നമ്മുടെ ഈ വീഡിയോ കാണാത്തവർ കേട്ടോ, ബിഗ് ബോസ് കാണാത്തവരും പിന്നെ എൻ്റെ വീഡിയോസ് ബിഗ് ബോസ് കാണുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ റിവ്യൂവും കാര്യങ്ങളും കാണുന്നുണ്ടായിരിക്കില്ല. ഇവർ എത്ര പേര് ചോദിച്ചിട്ടുണ്ട്, രേണുസുതി ഉണ്ടല്ലേ ബിഗ് ബോസിൽ, ആ രേണുസുതിയാണല്ലേ ബിഗ് ബോസിൽ പറഞ്ഞാൽ രേണുസുതിയാണല്ലേ. അപ്പോൾ ആൾക്കാരുടെ വിചാരം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴല്ല കുറച്ച് കാലങ്ങൾ മുന്നേ മുന്നോട്ട് കൊണ്ടുവരുന്നത് രേണുസുതിയാണെന്ന് ആൾക്കാരുടെ വിചാരം. കാരണം അത്രയും പവറാണ്, അത്രയും കോണ്ടന്റ് വാല്യൂ ആണ് ആ ഒരു പേരിന്. ഇത് അവരുടെ മഹിമ കൊണ്ട് സൃഷ്ടിച്ച് ഇത് ഉണ്ടായതല്ല. അത് അവർ പറയുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ രേണുസുതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോണ്ടന്റിന് വാല്യൂ ഉണ്ടാക്കിയെടുത്തത് ഇവിടുത്തെ മീഡിയാസ് സൃഷ്ടിച്ചിട്ടുള്ള നെഗറ്റിവിറ്റിയാണ്. കാര്യം ജനത്തിനൊരു ധാരണയുണ്ട്, നീ എന്തിനാ ഇത് ചെയ്യേണ്ട കാര്യം, നീ ഇത് ചെയ്യാൻ ഇവിടെ നീ ആരുമല്ല, നീ വലിയ നടിയല്ല, നീ വലിയ സെലിബ്രിറ്റി അല്ല, നീ എന്തിനാ സെലിബ്രിറ്റിയാണ്, നിനക്ക് വേണമെങ്കിൽ വിധവ കളിച്ച് വീട്ടിൽ കുത്തിയിരുന്നാൽ പോലെ, ഇവരവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാവണം എന്നാണ് ഇവന്മാർ പറയുന്നത്. അപ്പോൾ ഇതാണ് രേണുസുതിക്ക് കിട്ടിയ കണ്ടന്റ്. ആ കണ്ടന്റിന് അപ്പുറത്തേക്ക് ഒരെണ്ണം ഉണ്ടാക്കാൻ രേണുസുതിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് അവരെന്ന് പറയുന്നത് സാധാ സ്ത്രീ, ഒരു സാധാരണക്കാരി, അവർ ഹൗസിനകത്ത് ഒറ്റപ്പെട്ടു പോയി. അവർ സത്യം പറഞ്ഞാൽ ഒറിജിനലാണെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് കൊല്ലം സുധീകരിക്ക് അപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരതാണ് അവർക്ക് ആകെയുള്ള കണ്ടന്റ് അതാണ് എനിക്ക് ഒരു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം കയറി ഉടനെ സുധിച്ചേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്നു. അതുകൊണ്ടാവാം ശരിക്കും ഈ ഒരു വിഷയം വളരെ കൃത്യമായിട്ട് ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞതാണ്. അപ്പോൾ അത് അഖിലിനെ പോലെ ഇതുപോലത്തെ ഒരു പോപ്പുലർ ആൾ പറയുന്ന സമയത്ത് ഒന്നും കൂടി കൂടുതൽ ആൾക്കാർക്ക് എത്തുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം ഇതാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് രേണുസുതിക്ക് അവരുടെ സർനെയിം സുധി എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലേ, സർനെയിം അല്ല സെക്കൻഡ് നെയിം അല്ലേ, എന്ത് വോട്ടെവർ, ആ സുധി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അവരുടെ കൂടെയുള്ള ആ ഒരു പേരിലപ്പുറം അതിനപ്പുറം ഒരു ലൈഫും ഇല്ല അവർക്ക്. അവരിപ്പോൾ ഈ ഇത് കാണിച്ചു കിടക്കുക, കുറേ അങ്ങനെയൊക്കെ പരിപാടി കാണിച്ചു കിടക്കുന്നു. പക്ഷേ അതിന് ലൈഫില്ലാതെ ഉദ്ദേശിച്ചത് അതിനപ്പുറത്തേക്ക് ഇല്ല. അവർ ആ പേര് അവിടെ ഇല്ലെങ്കിൽ മറ്റതൊന്നും അവർക്കില്ല. സാധാരണ ഇയാൾ പറഞ്ഞ മാതിരി സാധാരണ ഒരു വീട്ടമ്മ അതുമായിട്ട് ഒതുങ്ങി കൂടിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അവരുടെ ആൽബം പരിപാടിയും കാര്യങ്ങളായിട്ട് അവർ മുന്നോട്ട് പോയിരുന്നു എന്ന് എനിക്കെന്തോ ഒരു പേഴ്സണൽ ഫീലിംഗ് ഉണ്ട്. പിന്നെ അവരുടെ പേഴ്സണൽ ലൈഫ് ഒരുപാട് ചകഞ്ഞു പോയി. ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് അവർ പ്രതികരിക്കുമോ എന്നുള്ളത് അറിയില്ല. ഞാനതിൽ വീഡിയോ ചെയ്തിട്ടില്ല. അവരുടെ ഗർഭം എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം ചർച്ച ചെയ്തിരുന്നു, പല ആൾക്കാരും ചർച്ച ചെയ്തിരുന്നു. ഒരുപക്ഷെ ഞാൻ ഇത് പറഞ്ഞ സമയത്ത് എന്നോട് തിരിച്ച ആൾക്കാർ ചോദിക്കായിരിക്കാം, നീ അവരെക്കുറിച്ച് മോശം പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, നെഗറ്റിവിറ്റി ആഘോഷിച്ച് അതിൻ്റെ ഉള്ളിൽ പോവുക, നെഗറ്റിവിറ്റി എൻജോയ് ചെയ്യുക, അതൊരു സുഖമുള്ള കേസല്ല. നമുക്ക് വരുന്ന നെഗറ്റീവ് കാര്യങ്ങൾ എൻജോയ് ചെയ്ത്, ഇപ്പം ഞാൻ വീഡിയോസ് ഇത്ര കാലമായിട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കണ്ടിട്ടുണ്ടാവില്ല. എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോൺട്രവേഴ്സി ഞാൻ ഒരിക്കലും സ്പാർക്ക് ചെയ്തിട്ട് മുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ചാൻസസ് ഒക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്.
ഞാൻ ഒരിക്കലും ഈ കോൺട്രവേഴ്സി സ്പാർക്ക് ചെയ്ത് മുന്നോട്ട് പോയിട്ടില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ ഈ കോൺട്രവേഴ്സി എൻജോയ് ചെയ്തിട്ട് ആ കോൺട്രവേഴ്സികളുടെ മേലെ നിന്നിട്ട്, ആ നെഗറ്റിവിറ്റികളുടെ മേലെ നിന്നിട്ട് നമ്മൾ നേടിയിരിക്കുന്ന സംഗതികൾക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എഫക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഈ കണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ചിലപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഇത് ഗോപ്രോ റിയാക്ട്സ് ആണ്, നമ്മുടെ സെക്കൻഡറി ചാനലാണ്. സോഷ്യലി റിലവൻറ്റ് ഇഷ്യൂസൊക്കെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ മെയിൻ ചാനൽ ബിഗ് ബോസ് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.